ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് നിനക്ക് തരാൻ വേണ്ടി നിന്റെ അമ്മ എന്റെ കൈ തന്ന പിറന്നാൾ സമ്മാനം. അത് വേണു ഏട്ടാ. നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ വന്നത്? ഞാൻ രാജുവായിട്ട് മിണ്ടുന്നത് ആ ജയന്റെ അമ്മയെങ്കിലും കണ്ടാലോ? ഇത് ഞാൻ തന്നെ നീ തന്നാണെന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അല്ല, ഇത് വാങ്ങാനുള്ള കാശ് എവിടുന്ന? അത് ഞാൻ നുള്ളിപ്പുറയ്ക്ക് സുരുക്കൂട്ടി വെച്ചതാ. അടുക്കളയിലും വെച്ചിട്ടുണ്ട് ചെറിയൊരു സമ്പാദ്യപ്പെട്ടി. ഇത്തരം സമ്പാദ്യങ്ങളുണ്ടെന്ന് ഭർത്താവിനോട് പോലും പറയരുത്. ഭർത്താവ് ഒരു ദരിദ്രവാസിയാണെങ്കിലോ? ആര് പറഞ്ഞു? എന്റെ ഭർത്താവ് അങ്ങനെ ഒരു ദരിദ്രവാസിയല്ലല്ലോ. അന്തസ്സും അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തായി കരുതുന്ന ആളല്ലേ. അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ ഞാനാ. നമ്മള് തമ്മിൽ പിണക്കാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തേ. നീ ചെല്ല് ചെല്ല് പോ വേണോട്ടാ. രാധമേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ? ശരി മോളെ. രാധമേ, ഞങ്ങള് പോയിട്ട്. എന്തോന്ന് വരുന്നുണ്ട് അളിയന്റെ അമ്മ. അല്ല, ഒരു വലിയ വഴക്ക് കഴിഞ്ഞ ലക്ഷണമുണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലായി? അതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഈ രാധമ്മയുടെ മോന്ത കണ്ടാ പോരെ? പടവലാതി കഷായം കുടിച്ചതുപോലല്ലയോ മോന്ത ഇരിക്കുന്നത്? ഓ, നിങ്ങക്ക് വൈദ്യം അറിയാല്ലേ? പിന്നെ ഇവർക്ക് അറിയാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ദാണ്ടേ, എന്റെ അച്ഛൻ ഒന്നാം തരം ഒരു വൈദ്യരായിരുന്നു. തുമ്പക്കുളത്തിൽ അമ്പി വൈദ്യര്. അമ്പി വൈദ്യര്? അതെ അതെ, ഈ അമ്പി വൈദ്യരപ്പം ഞാനും കണ്ടിട്ടുണ്ട്. അയാൾ ആർക്കൊക്കെ കഷായം കൊടുക്കുന്നു, ആരെ ചികിത്സിക്കുന്നു, അവരൊക്കെ മൂന്നാം പക്കം തട്ടിപ്പോവും. ഒടുവിൽ പോലീസ് കൊണ്ടുപോയി ജയിലിൽ കിടന്ന ചത്തത്. അല്ല, അതെന്തിനാ? ഈ വിപ്ലവാരിഷ്ടം എന്ന പേരിലെ ചാരായം മാറ്റിയെന്ന്. അപ്പൊ ഇവരുടെ തന്ത ഒരു ഒന്നാം തരം പാറ്റുകാരനായിരുന്നു. അല്ല, നിങ്ങൾ എവിടെ പോകുന്നിപ്പം? കൃതികയോടാ ഞാൻ ചോദിച്ചത്. കൃതികയെന്നും അവന്തികയെന്നും ഒന്നും അല്ല പേര്. ഋതു, ഋതിക. എന്റെ നാക്കൊക്കെ ഉടക്കും. ഒരുമാതിരി പേരിട്ട് വെച്ചിരിക്കുന്നു, കൃതിക. വല്ല ശാന്തയെന്നാ ലതികയെന്നാ അങ്ങനെ പേരിട്ടാ പോരായിരുന്ന? ഈ വക കോടാലിയോടൊക്കെ എന്ത് പറയാനാ? വല്യമ്മേ, ഇന്ന് രാജുവിന്റെ പിറന്നാളല്ലേ? ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാ. അയ്യടാ, മന്ത്രി സാറ് ക്ഷണിച്ചപ്പോ എല്ലാരും കൂടെ ചെല്ലാനല്ലേ പറഞ്ഞത്? അല്ലേ, പിന്നെന്തിനാ കുറ്റിയടിച്ചതുപോലെ നിൽക്കുന്നത്? നമുക്ക് പോവാം. ചെല്ല്, ലോകം മുഴുവൻ നടന്ന് എന്നെ മാറ്റിക്ക്. എനിക്ക് പോണം. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും പറയാൻ പോലും അവർക്ക് അറിയില്ല. അവരൊരു ഡിസ്കഷൻ. എനിക്ക് പോണമെന്നല്ലേ പറഞ്ഞത്? ഇവിടുത്തെ തൽക്കാലം അവരെ പോകുന്നുള്ളൂ, മറ്റാരും പോകുന്നില്ല. ഓ, മേൽക്കോടതി വിധി വന്ന്. ഓ, ഇനിയിപ്പൊ ചിമുങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ശരി, കൃതിക പോണതിനു മുമ്പ് എന്റെ തുണികളെല്ലാം കഴുകിയിട്ടിട്ട് പോയാ മതി. നിങ്ങളുടെ തുണി കഴുകലൊന്നും അല്ല എന്റെ ഭാര്യയുടെ ജോലി. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോളിയാ. നീ മിണ്ടരുത്.
നീ മിണ്ടിയാലേ നിന്റെ കഥയ്ക്കിന്ന് കർട്ടൻ വീഴും. എന്റെ തുണി കഴുകിയിട്ടിട്ട് ഇവിടുന്ന് പോയാ മതി. ഈ മച്ചം അതെ, ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും നിങ്ങളുടെ അടിച്ചു തൽക്കാരിയും ഒന്നുമല്ല സൂര്യമംഗലം കോവിലകത്തെ ഋതിക വർമ്മ. എന്നാലും ചാവാൻ പോകുന്ന ഒരു കിളവി എന്ന പരിഗണന ആ കൊച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞ് നിങ്ങളുടെ കൂറ തുണികൾ കഴുകി ദാ അവിടെ ആ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് അത് വിരിച്ച് ഉണക്കിയെടുത്തോണം. ഒരുപാട് കോഴ്സാർക്കല്ലേ. അതിന് അച്ഛനെന്തിനാ ചൂടാവുന്നത്? ആഹാ. ഹാ. പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായണ്ട. നീ വാടി. രാധമേ, ഞങ്ങള് പോയിട്ട് വരാമേ. ശരി സാർ. ദാ, ഇത് നിനക്ക് തരാൻ വേണ്ടി നിന്റെ അമ്മ എന്റെ കൈ തന്നതാ പിറന്നാൾ സമ്മാനം.